ഇറാൻ്റെ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റി ഉണ്ട്, ഈ ന്യൂക്ലിയർ അണ്ടർഗ്രൗണ്ട് എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റി ഉണ്ട്. ആ ഫെസിലിറ്റികളെ പലതിനെ ഇപ്പം ഇസ്രായേൽ പലതിനെ ആക്രമിച്ചു എന്ന് പറയുന്നതിൽ ഒരു എന്താ പറയുക, ബങ്കർ ബസ്റ്ററുകളെല്ലാം ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു പരിധിക്ക് അപ്പുറത്തുള്ളത് മാത്രമാണ്. അതിനും അപ്പുറത്ത് കിടക്കുന്ന കുറേ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റികളുണ്ട്. കുന്ന് അങ്ങനെയുള്ള മേഖലകളിലുള്ള ഈ എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റികളിൽ അമേരിക്കയുടെ കയ്യിലിരിക്കുന്ന ന്യൂക്ലിയർ ബോംബ് കൊണ്ട് മാത്രമേ അത് തകർക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള വസ്തുത നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേലിന് അതിന് കഴിയില്ല, ഇസ്രായേലിനെ കൊണ്ട് അതിന് കഴിയില്ല. അമേരിക്ക, അതുകൊണ്ടാണ് അമേരിക്കയെ തീർച്ചയായിട്ടും ഇസ്രായേൽ ഇതിലേക്ക് ക്ഷണിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതിനെ ഇപ്പോൾ അമേരിക്കയുടെ ആ ബോംബിന് പോലും ഇതിനെ തകർക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ഒരു റെജീം ചേഞ്ച് എന്ന് വെച്ചാൽ ഭരണ സംവിധാനത്തിൽ ഇപ്പോഴുള്ള ഭരണ സംവിധാനം മാറി അമേരിക്കയും ഇസ്രായേലിനെയും അതുപോലെ വെസ്റ്റിനെ അനുകൂലിക്കുന്ന ഒരു ഗവൺമെൻറ്, അല്ലെങ്കിൽ അവർക്ക് നിയന്ത്രണമുള്ള ഒരു ഗവൺമെൻറ്റിനെ കൊണ്ട് മാത്രമേ, അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ ഇതിനെ പൂർണ്ണമായിട്ടും ഈ ത്രെട്ട് ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു തന്നെ കൃത്യമായി പറഞ്ഞ കാര്യം ഇതാണ്. നമ്മുടെ പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ന്യൂക്ലിയർ ഫെസിലിറ്റികളാണ്, അത് നമ്മൾ ആക്രമിച്ചു. പക്ഷേ യഥാർത്ഥ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ റെജീം ചേഞ്ച് ആണെന്ന് പുള്ളി തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്ന സാഹചര്യമാണ്.